അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ വണ്ടിയുടേത്. നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കാണും. നമ്മൾ കൊല്ലത്ത് തട്ടത്തുമലയാണ് നമ്മുടെ വണ്ടി കൊണ്ടുവന്നത്. ബോഡി എന്താ പറയുക, ബോഡി വർക്ക്ഷോപ്പ്. ശരിക്കും കൊല്ലമല്ല, കൊല്ലം ബോർഡറാണ്. കൊല്ലം ബോർഡർ അല്ലേ, തട്ടത്തുമല. ട്രിവാൻഡ്രം ജില്ല തന്നെയാണ്. ആണോ? ഒയ്യോ, ഞാൻ വിചാരിച്ച സത്യം പറയാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഞാൻ കൊല്ലം എന്നാണ് പറയണത്. പക്ഷെ അല്ല, തട്ടത്തുമല എന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. ഞാൻ ആദ്യത്തെ അറിവണം. എന്തായാലും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൂടുതലായിട്ട് വണ്ടിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു വർക്ക്ഷോപ്പ് ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിലാണ് നിൽക്കുന്നത്. SRF എന്ന് പറയുന്ന ഒരു ബസ് ബോഡി വർക്ക്ഷോപ്പിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നമ്മളിവിടെ പറയും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകണം നോക്കുള്ളത്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോകാം. നമുക്ക് ചായ കുടിച്ചോട്ടോ. നമ്മളതാണ് ഇവിടെ വന്ന ഉടനെ എനിക്ക് എന്തായാലും നമ്മുടെ തൊട്ടടുത്ത് ഈ വർക്ക്ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ട്. ഭയങ്കര ഇഷ്ടം. അതെ, വട എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ചായ പ്രേമികളായതുകൊണ്ട് തന്നെ നേരെ ഒന്ന് ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ട് അവിടെ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇനി നമ്മുടെ വണ്ടിക്ക് അകത്ത് പോയിട്ടേ എന്തൊക്കെയാണ് പരിപാടികൾ നടക്കുന്നത് നോക്കിയിട്ട്. ചേട്ടൻ തന്നെയാണോ ഇത് ഫുള്ള് ഫ്രെയിം അടിച്ചത് ഇവിടെ? ഈ വണ്ടി ഫുള്ള് നിന്നത്? ഓക്കെ. സജി അല്ലേ ചേട്ടൻ്റെ പേര്? ഓ, അപ്പോൾ സജി ചേട്ടനാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഫ്രെയിം ഫുള്ള് വർക്ക് ചെയ്യുന്നത്. ചേട്ടന് ആക്ച്വലി ഈ ഒരു പണി മാത്രമാണോ ചെയ്യുന്നത്? ബാക്കി എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വണ്ടിയുടെ അവസ്ഥ. ഇവിടെ ഇങ്ങനൊരു ഫ്രെയിം വന്നു. ഒന്ന് ജസ്റ്റ് വിവിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കൂ. ഇവിടെ അതായത് ഫുൾ ഫ്രെയിമാണ് വരുന്നത്. ഇവിടെയാണ് നമ്മളെ 32 ഇഞ്ച് TV വരുന്നത്. ഇവിടെ ഒരു ഗ്ലാസ് ആണ് വരുന്നത്. നമുക്ക് അകത്ത്, അതായത് വെറുതെ ഒരു ഗ്ലാസ് വരും. നമുക്ക് ഡ്രൈവർക്ക് അകത്തുനിന്ന് എന്താണ് സംഭവിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയൊക്കെ സ്റ്റീലാണ് വരുന്നത്. ഫുള്ള് സ്റ്റീൽ വന്ന് മറയും. സ്റ്റീലാണ്, ഫുള്ള് സ്റ്റീലാണ്. ഇവിടെ മാത്രം ഒരു ഗ്ലാസും ഇവിടെ ടിവിയുടെ പോർഷൻ. നമുക്ക് അകത്തോട്ട് എൻട്രൻസ് ആണ്. അവിടെ ഒരു, അതെ, ഈ സീറ്റ് മാറ്റി അവിടെ ഒരു ബോക്സ് വരും, അകത്തൊരു ബെർത്ത് വരും. ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റീൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇന്ന് വൈകുന്നേരം വന്നാൽ നാളെ അവർ സ്റ്റീലിൻ്റെ വർക്കും കൂടെ തുടങ്ങും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വണ്ടിയുടെ ആ ഒരു അപ്ഡേറ്റ്, ഇതുവരെയുള്ള അപ്ഡേറ്റ്. അതായത് ഇന്ന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ? ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഈ ഔട്ടർ ഫ്രെയിം ഒക്കെ ഇതൊക്കെ വളച്ചെടുക്കാനൊക്കെ കുറച്ച് സമയം എടുത്തു. ഷേപ്പിലേക്ക് ആക്കിയെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുത്തായിരുന്നു. ഓക്കെ. ബാക്കി ഇന്ന് ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് എന്ന് കഴിയുമായിരിക്കും? സ്റ്റീൽ എന്ന് മുതൽ തുടങ്ങുമായിരിക്കും, വെച്ച് തുടങ്ങുമായിരിക്കും. ഇതാണ് നമ്മുടെ മെയിൻ മേശരി. ചേട്ടൻ്റെ പേരെന്താ? സുരേഷ്. ഓക്കെ, പറഞ്ഞോളൂ കേട്ടോ. പറഞ്ഞോ, എന്താണ് അറിയേണ്ടത്? സ്റ്റീൽ, ഇതിപ്പോ സ്റ്റീലിന് ഇത് നമ്മൾ സ്റ്റീൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ACP ഉണ്ട്, പിന്നെ പ്ലൈവുഡ് ചെയ്തിട്ട് നമ്മൾ ക്ലോത്ത് ഒട്ടിക്കുന്നുണ്ട്, പിന്നെ സ്റ്റീലുണ്ട്, അതായത് SS ഒറിജിനൽ. ഓക്കെ. അപ്പോൾ സ്റ്റീൽ ചെയ്യുമ്പോഴത്തേനും കാണാൻ നല്ല വൃത്തിയാണ്. കൊള്ളാം. ഇവിടെ ഈ പോർഷനെല്ലാം ഗ്ലാസ് വരും, അവിടെ TVയുടെ ഫ്രെയിം, പിന്നെ ഇവിടെ ഡോർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കിപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് മാത്രം മാറ്റി വെച്ചേക്കുന്നത്. പിന്നെ ആ ഡോർ അങ്ങോട്ട് തുറക്കുമ്പോഴത്തേന് പിന്നെ നമ്മൾ ബോണ്ടിന്റെ ബോക്സ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ. എന്തായാലും വഴിയെ നമ്മളെല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കും, ഉറപ്പാണ്. ഇതെന്തായാലും ജസ്റ്റ് രണ്ടാമത്തെ എപ്പിസോഡ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും നമ്മളിവിടെ ഓരോ പണിയും, എന്താ പറയുക, ഓരോ പണിക്കും നമ്മളിവിടെ വന്നിട്ട് അതൊക്കെ കാണിച്ചിരുന്നതാണ്. എന്താ പറയുക, നമ്മുടെ ഇവിടുത്തെ പേര് SRF തട്ടത്തുമല.
നമ്മുടെ ബാക്ക് ഒന്നും പണിയുന്നില്ലല്ലോ അല്ലേ? ഇവിടെ പണിയ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇതല്ലേ? ഓക്കെ, നമുക്കൊന്ന് അതൊന്ന് പോയി കണ്ടു വരാം. ഇതേതാ അമ്പൂരാൻ 34 അല്ലേ? 34 സീറ്റ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഡിക്കി നമ്മുടെ കയ്യിൽ വരും അല്ലേ? പക്ഷെ ഞാൻ ആക്ച്വലി ആദ്യം വിചാരിച്ചത് ഡിക്കി ചെയ്യുമ്പോൾ ഭയങ്കര ബോറായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ലല്ലേ? അതെ, നല്ല രസമുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഈ ലൈറ്റ് നമുക്ക് സെയിം ഇതായിരിക്കും, അതോ നമുക്ക് മാറ്റത്തില്ലേ? ആ, നമ്മുടെ പക്ഷെ നമ്മുടെ മാറ്റത്തില്ലേ? ആ ലൈറ്റ് മാറ്റത്തില്ലേ? എന്നിട്ട് ഇതേപോലത്തെ ആക്കും അല്ലേ? ഓക്കെ, ഇതിവിടെ ഓൾറെഡി പണിഞ്ഞല്ലേ? ഇപ്പോൾ ചെയ്താണോ? ഇപ്പോൾ ചെയ്താണല്ലേ? ഓക്കെ ഓക്കെ, പിന്നെ ഫ്രണ്ട് അതിൻ്റെ ഇൻറ്റീരിയർ നോക്കാം. അതെ, ഇതെല്ലാം നമ്മളിപ്പം ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4 മാസം ആയതാണ്. ഇതെല്ലാം ഫുട്ബോർഡ് കാര്യങ്ങളെല്ലാം പുതിയ ഷീറ്റിട്ട് ഈ ബോണറ്റ്, അതുപോലെ തന്നെ ടോപ്പ്, ഈ ഡോറ്, ക്യാബിൻ ഡോറ്, അതുപോലെ തന്നെ ബെർത്ത്, ഇൻറ്റീരിയൽ, ഈ സീറ്റെല്ലാം നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തി ചെയ്യുന്നതാണ്. അത് നമ്മൾ തമിഴ്നാട്ടിൽ കരൂരിൽ നിന്നാണ് വരുത്തുന്നത്. അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന സീറ്റിലാണോ? ഓൾറെഡി ഉണ്ടായിരുന്ന സീറ്റല്ല, അതെടുത്ത് മാറ്റിയിട്ട് വേറെ പുതിയ സീറ്റ് വെക്കുന്നതാണ്. ഓക്കെ ഓക്കെ, ഇത് പുതിയ സ്റ്റോക്ക് കണ്ടീഷൻ ഇരിക്കണം അല്ലേ? അതെ 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 അതെ. ബാക്കിയെല്ലാം ബാക്കിയെല്ലാം അതേപോലെ TV ക്യാബിന്, പിന്നെ അതുപോലെ ബെർത്ത്, പിന്നെ ഈ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഇത് സാധാ പ്ലാറ്റ്ഫോമാണ് വരുന്നത്. അതെല്ലാം നമ്മൾ മാറ്റിയിട്ട് 2 സ്റ്റെപ്പ് ടൂറിസ്റ്റിൻ്റെ മോഡൽ 49 സീറ്റിൻ്റെ മോഡൽ തന്നെയാണ് ചെയ്യുന്നത്. ആ, ഈ ലൈറ്റെല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. ആ അതെ അതെ, ഈ ലൈറ്റ് ഇതേപോലെ സ്റ്റീല്, ഇന്റീരിയൽ ഫുള്ള്. ഇതിനകത്ത് സെറ്റ് വർക്ക് മാത്രമേ നമ്മൾ വെളിയിൽ കൊടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും മിതമായ നിരക്കിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. അതാണ് നമ്മളിവിടെ വന്നത്. തീർച്ചയായും ഇതേപോലത്തെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിലും വരുന്നുണ്ട്. AC ഉണ്ട്, ഇതേപോലത്തെ ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും നമ്മുടെ വണ്ടിയിൽ വരുന്നുണ്ട്. അതെ, ഇതേപോലത്തെ ക്ലോത്ത് നമ്മുടെ വണ്ടിയിൽ വരുന്നുണ്ട്. അതെ, ഈ സെയിം കളർ ആയിരിക്കില്ല, നമുക്ക് നമ്മളെ വണ്ടിയുടെ അകത്ത് ഇന്റീരിയറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളറായിരിക്കും വരുന്നത്. നമ്മൾ ചൂസ് ചെയ്യണേ. പിന്നെ ഈ മേളിൽ ഈ ലൈറ്റ് പോർഷൻ ഒന്നും നമ്മളതിൽ കാണത്തില്ല. നമുക്ക് പിക്സൽ വർക്കാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ റൂൾസ് പ്രകാരം ഇപ്പം അതിനെക്കുറിച്ച് ലൈറ്റ്സ് ഒന്നും കൂടുതൽ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാമെന്ന് നിൽക്കുന്നു. ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യൂല. ചിലപ്പോൾ വർക്കുകൾ കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും. എന്താണ് നമ്മൾ റൂൾസിന് അനുസരിച്ചേ നിൽക്കത്തുള്ളൂ. ഓവർ വർക്കൊന്നും നമ്മൾ എന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് അതെ, നമുക്ക് മെയിനായിട്ട് വരുന്നത് യാത്ര കംഫർട്ടാണ്. കംഫർട്ടായിട്ടുള്ള ഒരു യാത്ര നമ്മൾ എന്തായാലും നമ്മൾ പാസഞ്ചേഴ്സിന് കൊടുത്തിരിക്കും. ഒരു ഇതുമില്ല, നമ്മൾ എന്തായാലും ചെയ്തിരിക്കും. അത്രേ ഉള്ളൂ. നമ്മളെ പക്ക നമ്മളെ കസ്റ്റമർ എപ്പോഴും ഹാപ്പി ആയിരിക്കും, അത് നമ്മൾ ചെയ്തിരിക്കും. ഇത് മൾട്ടി ആക്സിലാണ്, ഫ്രണ്ട് ലിഫ്റ്റ് ചെയ്യുവാണ്. ഇത് ഏത് വണ്ടിയാ ബ്രോ? ഇതേത് വണ്ടിയാ? അല്ല, വോൾവോ മനസ്സിലായി. ഇതേതാ വണ്ടി? ഏതാ അറിയത്തില്ല. ഫസ്റ്റ് സർവീസാണോ? ആ, ആപ്പിൾ. ഓക്കെ, അപ്പോൾ ആപ്പിളിൻ്റെ വണ്ടിയാണ് കേട്ടോ. എന്തോ സർവീസ് എന്ന് പറഞ്ഞേ? നൈറ്റ് സർവീസാ? എന്തുവാ? ബാംഗ്ലൂർ, മൈസൂർ അങ്ങനെയൊക്കെ പോകുന്നു. ഓക്കെ, ആപ്പിൾ നമ്മുടെ വണ്ടിയുടെ പേര്. അതെന്താ പറയുക? നൈറ്റ് സർവീസ്. നൈറ്റ് സർവീസ്. ഓ, നൈറ്റ് സർവീസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് നൈറ്റ് സർവീസ് ഉള്ളൊരു വണ്ടിയാണ് ആപ്പിൾ. ആപ്പിൾ എടുത്ത വണ്ടിയാ? ഇവിടുത്തെ വണ്ടിയാണെന്ന് അറിയത്തില്ല. മൾട്ടി ആക്സിലാണ്, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വോൾവോ. ഈ പുട്ടി ഇടുന്നത് എന്തിനാണ് ആക്ച്വലി? പൊട്ടല്. ആ, ഓക്കെ ഓക്കെ. ഓ ഓ, വണ്ടി ഓട്ടത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ആ ഹാ ഹാ. നല്ല പെയിന്റ് ചെയ്യുമ്പോൾ ഫിനിഷിങ് വരും. സഞ്ജു ട്രാവൽസ് എല്ലാം നമ്മൾ സുരേഷ് പിച്ചിട്ടാണ്. സുരേഷ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട. ഇതിപ്പോൾ ഫ്രണ്ട് ലിഫ്റ്റ് ചെയ്യണം അല്ലേ? ഫ്രണ്ട് ഫുള്ള് പണിയുണ്ടാകും.
ഈ മോഡൽ മാറ്റിയെടുക്കണം അവർ. ഓക്കെ ഇത് നോർമൽ പഴയ മോഡലാണോ അല്ലേ? പഴയ മോഡലായിരുന്നു. നമ്മൾ അവിടെ കിടന്നൊരു വണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ടായിരുന്നു. അത് പുതിയ മോഡലാക്കി എടുക്കണം. ഓക്കെ. ഇതൊക്കെ BS6 എന്നൊക്കെ എഴുതിയേക്കുന്നല്ലേ? BS6 ആണോ? അല്ല, ഫ്രണ്ട് BS6 മോഡൽ പുതിയ മോഡലാക്കി എടുക്കണം. നിങ്ങളുടെ ഈ വണ്ടി എന്നായിരുന്നു പണിഞ്ഞത്? ഇത് ആദ്യം ഈ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നത് എല്ലാം ഇവിടെ തന്നെ ചെയ്തല്ലേ? ഓക്കെ. നിലമേലുണ്ട് അല്ലേ ഇത്? ഇവിടെ ഈ ഏരിയയിൽ നമുക്ക് ഈ വർക്ക്ഷോപ്പേ ഉള്ളൂ അതോ ഇവിടെ ഇതേ ഉള്ളൂ? സർവീസൊക്കെ എങ്ങനെയുണ്ട്? നല്ല സർവീസാണ്. നല്ല പണിയായിരുന്നു. കൊമ്പ് ഇതെല്ലാം ഇവിടെ മാറി. ഓക്കെ. ഇതിപ്പോൾ ട്രെൻഡാണല്ലേ ഈ കൊമ്പ്? നമ്മുടെ വണ്ടിയിലും ഉണ്ടെന്നാണ് പറയുന്നത് ബിബിൻ അല്ലേ? നമ്മുടെ വണ്ടിയിലുണ്ട്. നമ്മൾ സെഡോ മോഡലാണ്. സെഡോ മോഡൽ വെച്ചാൽ നമ്മൾ ആദ്യം മാർക്കോ പോളോ കണ്ടല്ലോ അല്ലേ? മാർക്കോ പോളോ കണ്ടോ? എല്ലാ പണി എല്ലാം റെക്സിൻ്റെ പണി ഇവിടെ. ഇത് പ്രകാശിന്റെ ബോഡി അല്ലേ? അതെ, പ്രകാശിന്റെ ബോഡിയാണ്. 49 സീറ്റ്. ഇതേപോലെയാണോ നമ്മുടെ കൊമ്പ്? അല്ലല്ല, നമ്മളെ കൊമ്പ് ഈ മോഡലല്ല വരുന്നത്. നമ്മളെ കൊമ്പ് സെഡോൻ മോഡലാണ് വരുന്നത്. കാണിച്ചു തരാം. അമ്പുരൻ്റെ കൊമ്പ് പോലെ, ആ വണ്ടിയുടെ കൊമ്പില്ലേ അതേപോലെ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം നമ്മുടെ ഒരു വർക്ക്ഷോപ്പ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കൂ. SRFിലാണ് തട്ടത്തുമലയുള്ള, അതാണ് തിരുവനന്തപുരം ജില്ലയിൽ തട്ടത്തുമലയിലുള്ള നമ്മുടെ SRF ബോഡി വർക്ക്ഷോപ്പിലാണ് നമ്മുടെ വണ്ടി എന്തായാലും പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഫ്രണ്ട് TV ക്യാബിൻ മാത്രമാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും അല്ലേ? വരും ദിവസങ്ങളിൽ പുറകെ വരും. പക്ഷേ നമ്മൾ ആദ്യം ഈ ഒരു TV ക്യാബിൻ മാത്രം വെച്ച് കുറച്ച് ഓട്ടങ്ങൾ അങ്ങോട്ട് എടുക്കാന്ന് വെച്ചാൽ കാണാൻ കാശ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നഷ്ടം വരാൻ അതെ മുതലാളിക്ക് കാര്യങ്ങളുണ്ട്. അത്രേ ഉള്ളൂ. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ളൂ. സോ നമ്മൾ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യുന്നില്ല, ഘട്ടം ഘട്ടമായിട്ട്. പക്ഷേ എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾ ഉറപ്പായിട്ടും കാണുകയും ചെയ്യും. എന്തായാലും നിങ്ങൾക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വണ്ടി മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു വർക്ക്ഷോപ്പ് നോക്കിച്ചോളൂ. കാരണം അത്യാവശ്യം നല്ല സർവീസാണ്. കാരണം ബിബിൻ അതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? നല്ല സർവീസാണ്, നല്ല ക്ലീൻ ആണ്. പെയിന്റ് വർക്ക് ആണെങ്കിലും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നല്ല അത്രേ ഉള്ളൂ. ഞാനും ആക്ച്വലി ചിന്തിച്ചായിരുന്നു ഇത്ര അടുത്തൊരു ബോഡി വർക്ക്ഷോപ്പ് ഉണ്ടാവും. ഞാൻ പൊതുവെ വെച്ചാൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ബാംഗ്ലൂരൊക്കെ കൊണ്ടുപോകുന്നതാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. അത് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, മുറ്റത്തും ഇല്ലെങ്കിൽ മണമില്ലെന്ന്. അതെ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ പല ബസ്സുകളും ഇവിടെ കിടക്കുന്ന പല ബസ്സുകളും ഇവർ ഓൾറെഡി പണിഞ്ഞതുണ്ടായിരുന്നു. അപ്പോൾ പണിഞ്ഞതൊക്കെ പോവുകയും ചെയ്തു കുറേ. അപ്പോൾ അതൊക്കെ കയറി നോക്കിയപ്പോഴത്തേക്ക് എല്ലാം അത്യാവശ്യം അടിപൊളി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതാണ് ആലോചിക്കുന്നത്, നമ്മൾ എന്തിനാ വെറുതെ ബാംഗ്ലൂർ വരെ ഓടിപ്പോയിട്ട് അവിടെ കിടന്ന് മുഷിഞ്ഞ് അല്ലേ? എത്ര നല്ല സമയം എടുക്കത്തില്ലേ? അതിനേക്കാളും നല്ലതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലുണ്ട്, തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. എനിക്ക് കൊല്ലം ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തട്ടത്തുമല തന്നെയാണ് ഈ ഒരു ബോഡി വർക്ക്ഷോപ്പ് ഉള്ളത്. കോൺടാക്ട് നമ്പർ ഞാൻ എന്തായാലും കമൻറ്റിൽ പിന്നേക്കാം, ഡിസ്ക്രിപ്ഷനിലും പിന്നേക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമ്മുടെ ബസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അല്ല ഇപ്പോൾ പറയണ്ടല്ലേ, അടുത്ത എന്തെങ്കിലും എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.